ബ്രോ, യെസ്. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സൈക്കോളജിയൊക്കെ പഠിച്ചിട്ട് ഈ പ്രേതഭൂതാദികളുടെ കൂടോത്രം ഇതിലേക്കൊക്കെ മാറിയത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അതേ ആഗ്രഹം കൊണ്ടാണോ അതോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? എന്തെങ്കിലും ഒരാളും തിരഞ്ഞെടുക്കുന്നതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവുമോ? ഈ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അറുമാദിച്ച് നടക്കണം, നല്ല ഭക്ഷണം വേണം, ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും എനിക്കില്ല. ഞാൻ ഒരു മറ്റുള്ളവർ ഉപയോഗിച്ചിട്ട് മാറ്റി വയ്ക്കുന്ന ഷർട്ടുകളും പാൻറ്റൊക്കെ ഇട്ടായിരുന്നു ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പലതും എനിക്ക് അൺഫിറ്റ് ആയിരിക്കും, കാരണം നമ്മുടെ ഭാഗത്തുള്ളത് കിട്ടണമെന്നില്ലല്ലോ. അപ്പം എൻ്റെ ഈ കൊലുന്നിനുള്ള ശരീരത്തിന് വലിയ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ചെല്ലുന്നത്. എല്ലാവരും വിചാരിച്ചെന്തോന്നോ ഞാനത് ഫ്രീക്കനാണെന്ന് വിചാരിച്ചത്. നമ്മുടെ അവസ്ഥ ആക്ച്വലി എൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഇൻ്റർവെല്ലിനൊക്കെ ഭക്ഷണം ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ പോകില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഹൈജീൻ പ്രശ്നം പറയും, എനിക്കിഷ്ടമല്ല അങ്ങനെ ഇങ്ങനെയാണ്. എൻ്റെ ദാരിദ്ര്യം കൊണ്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ST കൊടുക്കാൻ, ബസ്സിൽ കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നടന്നു പോകും. എല്ലാ പിള്ളേരുടെ അടുത്ത് പറയുന്നത് എന്താ, ഞാൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നടക്കാം. എൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു. അപ്പം അന്ന് കുറേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ചോദിച്ചല്ലോ എന്താണ്, നമ്മളൊരു നിശ്ചിത സമയം കഴിയുമ്പം നമ്മളെല്ലാവരും നമുക്കൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഞങ്ങളുടെ കോളേജിൽ അതിനൊരു സംഭവം ഉണ്ടായ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഓരോ പണികളൊക്കെ ചെയ്ത് ചെറിയ ചെറിയ പണികളൊക്കെ ഏറ്റെടുത്ത്, അത് കുറച്ച് ഗ്യാങ്ങുണ്ട്, ദരിദ്രന്മാരാണ്, ഹോസ്റ്റലേഴ്സാണ്. അവിടുത്തെ തൊട്ടടുത്ത വാഴപ്പണയിൽ പണിയൊക്കെ എടുത്ത് പണിയെടുക്കാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വാഴ നനച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആ പിള്ളേർക്കൊരു കൂലി കിട്ടും. അത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴ കയറ്റി വിട്ട് കഴിയുമ്പോൾ വാഴയ്ക്ക കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഹോസ്റ്റലിൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ കലമൊക്കെ അടിച്ചു മാറ്റി പുറത്ത് തീയൊക്കെ കൂട്ടി പുഴുങ്ങി. കാരണം ഇവിടെ കിട്ടുന്നത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റൂല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശം ഭക്ഷണമാണ്. നമ്മൾ കുറ്റം പറയുന്നില്ല, ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ല, പക്ഷേ അത് അത്രയും കൊള്ളില്ല. അങ്ങനത്തെ ഫുഡാണ് തരുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ നല്ല ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപ എന്ന് ചിന്തിച്ചാൽ മതിയെ. അപ്പം അങ്ങനെ കഴിയുന്ന സമയം അപ്പോൾ ഈ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുന്നു, രാവിലെ വാഴ നനയ്ക്കാൻ പോയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്, കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, ഈ വാഴയ്ക്കൊക്കെ കയറ്റി വിട്ട് കഴിയുമ്പോൾ കിട്ടുന്നതും അതും ഇതൊക്കെ ആയിട്ട് ഇവരിങ്ങനെ ഹാപ്പി ആയിട്ട് ഈ പിള്ളേർ പോകും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വാഴക്കൊലയൊക്കെ കയറ്റി വിടുമ്പോൾ ചില തിരിവ് കൊലകൾ വരും, അത് ഇവന്മാർക്ക് കൊടുക്കും. ഇവന്മാർ എന്ത് ചെയ്യുന്നു, ഇതുകൊണ്ട് പച്ചക്കറി മാർക്കറ്റിൽ കൊടുത്ത് തിരിവ് കൊലകൾ കിട്ടുമ്പോൾ ഇത് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യുന്നു, കാശ് വാങ്ങും. അതൊക്കെ വെച്ചിട്ട് അടിച്ച് ഇവർ ഹാപ്പിയാണ് ഈ പിള്ളേർ. മറ്റേ ഫിനാൻഷ്യലി വലിയ സെറ്റപ്പുള്ള ആൾക്കാരെ കാട്ടിയും ഹാപ്പിയാണ്. കാരണം ഇവർക്കറിയാം പഠിച്ച് രക്ഷപ്പെട്ടില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകൂല എന്നുള്ള സംഭവമുള്ള ആൾക്കാർ. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യുന്നു, ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന നേരം തൊട്ടപ്പുറത്തെ റൂമിൽ എല്ലാത്തിനെയും വിളിച്ച് വാടാന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ ഇതിൻ്റെ മുൻകൈ, അവൻ നേതാവാണ്, ലീഡറാണ്, പാവമാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഒരു പണി കിട്ടിയാൽ എല്ലാവരെയും നോക്കി ആ ആഴ്ചയിൽ വൈകുന്നേരം ജോലി കിട്ടാത്തവനെയൊക്കെ സെലക്ട് ചെയ്ത് വിളിച്ചു കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഒരുപോലെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പയ്യൻ. ഇവന് അവിടെ കോളേജിലൊരു ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര രസമായിട്ട്. അതിന് എന്ത് ചെയ്തെന്ന്, ദിവസം 2 പേര് വെച്ച് രാവിലെ പോയി വാഴയ്ക്ക് നനയ്ക്കണം. അപ്പോൾ വാഴത്തോട്ടത്തിൽ ഒരു വലിയൊരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കോളേജിൻ്റെ തന്നെ കൃഷി സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്ക് അതിനൊരു ഫണ്ട് ഞങ്ങൾക്ക് ഡെയിലി കിട്ടും. ഞങ്ങൾക്ക് വട്ടച്ചിലകളുള്ള കാശ് അവിടെ നിന്ന് കിട്ടും. അപ്പം ഞങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ദിവസം രാവിലെ ഇവൻ വന്ന് ഈ സുഹൃത്തിനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറയടാ, ഞാനേ ഒരു 2 മിനിറ്റും കൂടി ഉറങ്ങട്ടെടാ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു, അവൻ പഞ്ചുവല്ല, കറക്റ്റാണ്, അവൻ നേരെ അങ്ങ് പോയി. ഇവൻ എന്ത് ചെയ്യുന്ന പതുക്കെ ഒരു മടിയൻ എഴുന്നേറ്റ് എന്ത് ചെയ്തെന്ന്, മറ്റേ ഒരു പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുടമുണ്ട്, ഈ കുടവുമായിട്ട് പോകും. വാഴ നനയ്ക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ആ കുടത്തിൽ വെള്ളമൊക്കെ കോരി ഇവൻ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ തള്ളുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ സെൻഡ് ഓഫ് ആണ്, എല്ലാവരും പിരിഞ്ഞു പോകാൻ പോകുന്നു. അപ്പം വലിയ ഫങ്ഷനാണ്. അന്നത്ര 150 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു കൊടുക്കേണ്ടത്, ഫോട്ടോയ്ക്ക് 50 രൂപ. അപ്പം ഇത് കൊടുക്കാൻ ഇവന്മാരുടെ കയ്യിലില്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റില്ല, നടന്നു പോകേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും ചിന്ത വന്നു. അപ്പോൾ മറ്റവും പറയുക, കൂട്ടുകാരൻ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം ഫോട്ടോ എടുക്കാം, ഒരു ഫോട്ടോ വാങ്ങിയാൽ മതി, ഫുഡിൻ്റെ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാം, നമുക്ക് പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കാം.
എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫുഡിൻ്റെ സമയം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് പോയി നിൽക്കാം. കാരണം നമുക്ക് എല്ലാവർക്കും കൂടി കിട്ടുന്നൊരു ഫോട്ടോ ഇല്ല, അതല്ലേ നമ്മുടെ ഓർമ്മ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ മറ്റവൻ പറഞ്ഞു ഞാനൊരു തേങ്ങാ കൊലയ്ക്കും വരുന്നില്ല ഇവൻ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ എടാ നീ മിണ്ടാതിരി, നമുക്കിതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട്. പക്ഷേ അന്ന് 150 രൂപ എന്ന് പറഞ്ഞൊരു വലിയൊരു സംഭവമാണ്. 50 രൂപ ഫോട്ടോയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല. പിന്നെ ഈ സെൻഡ് ഓഫ് ദിവസം എല്ലാവരും പുതിയ ഡ്രസ്സ് ഇട്ട് വരും. ഞങ്ങളുടെ കയ്യിലിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ ഉപയോഗിച്ച സാധനങ്ങളാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല, ഈ കുട്ടികളുടെ കയ്യിലില്ല. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു പ്ലാൻ ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞു ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടറ്റത്ത് ഈ ടീം നനച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുണ്ട് ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് ഭയങ്കര നിലവിളിയും ബഹളമൊക്കെ കേട്ട്. അപ്പം പറഞ്ഞു എടാ നിൻ്റെ ബ്ലോക്കിൽ നിന്നാണല്ലോ അവിടെ വിളി കേൾക്കുന്നതെന്ന് പറഞ്ഞ ഉടനെ പെട്ടെന്ന് അവൻ എന്ത് ചെയ്തെന്നോ ഓടിപ്പോകുന്നത് കണ്ടു. ഈ കൂട്ടുകാരൻ കണ്ടു, അവൻ ഓടിപ്പോകുന്നത് കണ്ടു. അവനെന്ത് ചെയ്യുന്നു ഇവൻ്റെ പുറകെ ഓടി ചെന്നപ്പോഴത്തേക്കുണ്ട് ആ ഹോസ്റ്റലിൻ്റെ വാർഡനും എല്ലാവരും വന്നു നിൽക്കുന്നു. നോക്കാൻ നേരം ഈ പിറകെ ഓടിച്ചെന്ന കൂട്ടുകാരൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൂട്ടുകാരൻ അവിടുത്തെ ഇതിൽ ഈ അഴിയൽ കയറ് കെട്ടി മുണ്ട് കെട്ടി ആത്മഹത്യ ചെയ്ത് നിൽക്കുന്നത്. ആ മരിച്ചവനാണ് വന്നിട്ട് ഈ കൂട്ടുകാരനെ വിളിച്ച് വാഴ നനയ്ക്കാൻ കൊണ്ടുപോയത്. അപ്പം ആലോചിച്ച് നോക്കിയേ എന്താ അവിടെ സംഭവിച്ചതെന്ന്. ഇത് അതെന്താണ് അങ്ങനെ ഒരു അതെന്താണെന്നറിയോ, അത് ഇവനുമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ഈ ചില ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ അടുത്തടുത്ത് മരിക്കുന്നത് കാണുന്നില്ലേ, അത് ഇവരെ വിളിക്കാൻ വരുന്നതാണ്, ഈ സ്പിരിറ്റ് വിളിക്കാൻ വരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അങ്ങനെ എന്ത് ചെയ്തോന്നോ ഇവന് മറ്റവൻ അവിടെ ചെന്ന് വിറച്ച് ഇത് നിൽക്കുക. അപ്പം ബാക്കിയുള്ളവർ ചോദിച്ചു നീ എവിടെ പോയിരുന്നു? അല്ല ഞാനും ഇവനും കൂടി വാഴ നനയ്ക്കാൻ പോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എടാ ഇവൻ അവനാണ് തൂങ്ങിക്കിടക്കുന്നത്, നീ ആരുടെ കൂടെ പോയത് ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചിട്ട് അച്ഛൻ ചീത്ത പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഈ വാഴത്തോപ്പിൻ്റെ അറ്റത്താണ് അവരുടെ ഒരു പള്ളിവക സെമിത്തേരിയൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് പോകരുതെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് അച്ഛൻ ഷൗട്ട് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസൊക്കെ വന്നു. പിറ്റേ ദിവസം രാവിലെ ഓട്ടോപ്സിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവനെ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് മാറ്റി. ഞാൻ ഈ സംഭവം കേട്ടിട്ട് അല്ല ഈ ഒരു സംഭവം കോളേജിൽ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ വേറൊരു വിഷയമുണ്ട്. ഈ മരിച്ചവൻ്റെ ഈ കൂട്ടുകാരൻ നനയ്ക്കാൻ കൂടെ പോയാലുണ്ടല്ലോ ലോക പേടിത്തോണ്ടാണ്. ഇവൻ 6 മണി കഴിഞ്ഞാൽ മറ്റേ പുറത്തിറങ്ങൂല. കാരണം എന്ന് പറഞ്ഞാൽ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പുള്ളി പോകൂല, ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് ആ തോട്ടത്തിന്റെ താഴെ സെമിത്തേരിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവനെ ജീവൻ പിടിച്ചാൽ കിട്ടൂല. ഇത്രയും പേടിയുള്ള ഒരുത്തനാണ് ഈ ഗ്യാങ്. പക്ഷെ അവന് വലിയ ഈശ്വര വിശ്വാസമൊന്നുമില്ല, പേടിയാണ്. മറ്റേ അത് ഉണ്ടല്ലോ ആ ഒരു സംഭവമാണ്. അതാണ് ഞങ്ങളെല്ലാം മാറ്റി ചിന്തിച്ചത്. അല്ല ബ്രോ, ഇത് നിങ്ങളവിടെ സൈക്കോളജി അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? അതെ. അത് നിങ്ങളുടെ അവിടെ നടന്നൊരു ഇൻസിഡന്റ്, അതിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്രോ? അതിനൊരു ഞാൻ എല്ലാ വാക്കിൻ്റെയും കൂടെ ഇപ്പോൾ ഒരു മരണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു രസമുണ്ട്. ഇന്നയാൾ മരിച്ചുപോയി, അത് എന്താണെന്നറിയില്ല, എൻ്റെ ടങ്ങിൽ കയറി കൂടിയ ഒരു പ്രേതബാധയാണ് രസം എന്നുള്ള വാക്ക്. എന്താണെന്നറിയോ, ഈ ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ അത് അവിടെ ഉള്ള ഒരാൾക്കൊണ്ടൊരു അനുഭവം, ഒരു ഹാലുസിനേഷൻ ആയിരിക്കാം, ഒരു തോന്നലായിരിക്കാം എന്നൊക്കെ പറഞ്ഞല്ലോ. അത് വേറൊരാളുടെ അനുഭവമല്ലേ. നിങ്ങളെപ്പോലെയുള്ള ഒരാൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ. അവൻ വന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടുപോയത് എന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈശ്വര വിശ്വാസം എന്ന് പറയുന്ന സാധനത്തിലേക്ക് ഇച്ചിരി അടുക്കുന്നത്. അതുവരെ എനിക്കെല്ലാം പുച്ഛമായിരുന്നു. നിങ്ങളായിരുന്നു ശരിക്കും ലൈവായിട്ട് ഞാനാണ് എന്നെയാണ് ആ സ്പിരിറ്റ് വന്ന് വിളിച്ച് ആ വാഴത്തോപ്പിൽ കൊണ്ടുപോയി. ഞങ്ങളാണ് വാഴ നനച്ചുകൊണ്ടിരുന്നത്. അത്രയും നേരം ഞങ്ങൾ ഭയങ്കര സൗഹൃദങ്ങളായിരുന്നു. ഇന്നും അവൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കാര്യം. അവൻ്റെ വീട്ടുകാരായിട്ട് ഇന്നും ഞാൻ കണക്റ്റഡാണ്. അവരുടെ പല കാര്യങ്ങളിലും അവൻ്റെ ഇല്ലാത്തതിൻ്റെ കുറവ് ഞാൻ അറിയിക്കാതെ ഞങ്ങളുടെ ബാച്ചിന് അന്നത്തെ ആ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ പട്ടിണി ടീം, അവരെല്ലാം ഇന്ന് പല നിലകളിൽ പല സ്ഥാനങ്ങളിൽ നല്ല നിലയിലായി. അപ്പോൾ ആ കുടുംബത്തെ ഞങ്ങൾ അവരുടെ പെങ്ങന്മാരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത് ഇന്നും. ഇപ്പോൾ മനസ്സിലായില്ല ഞങ്ങളൊക്കെ ഇങ്ങനെ സൈക്കോളജിയിലും ഒക്കെ. അതെന്താണോ ഇതിനൊരു കാരണമുണ്ട് ബ്രോ. ഒത്തിരി ആഗ്രഹങ്ങളുള്ള അവന് ഒത്തിരി സ്വപ്നങ്ങളായിരുന്നു. പെങ്ങന്മാരെ അങ്ങനെ കെട്ടിച്ചു വിട്ടണം, വീട് ഇങ്ങനെ പണിയണം. അച്ഛനൊരു ചെറിയൊരു മദ്യപാനി, ചെറുതല്ല നല്ല മദ്യപാനിയാണ്. അപ്പം അതൊക്കെ ഇവൻ കണ്ടും കേട്ടൊക്കെയാണ് ഇവൻ വളർന്നേക്കുന്നത്. അപ്പോഴെന്ത് ചെയ്തു ചിലപ്പോൾ ഒരു നേരത്തെ വിഷമത്തിലോ ദുഃഖത്തിലോ
ഇവൻ ചിലപ്പോൾ ഈ ഒത്തിരി ചിരിച്ച് കളിച്ച് നടക്കുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അവരെ ഏറ്റവും ഡിപ്രസ്ഡ് ആയിരിക്കുന്ന പറയുന്നത്. അവൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളത് ഒരു എന്താണെന്ന് ഞങ്ങൾക്ക് ഇന്നും പിടിയില്ല. ഒരു പ്രണയം എന്നൊക്കെ പറയുന്നു, ആയിരിക്കാം, മേ ബി, ചിലപ്പോൾ അല്ലായിരിക്കാം. കാരണം പ്രണയിക്കാനൊന്നും സമയം കിട്ടൂല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ ക്ലാസ് കഴിഞ്ഞൊരു പണിയെടുക്കാമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതൊന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, ഇന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷേ എന്ത് ചെയ്യുന്നു, അവൻ ചിലപ്പോൾ അവൻ്റെ ജീവൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞപ്പോഴായിരിക്കും ആ സ്പിരിറ്റിന് അവനിൽ നിന്ന് പോകാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇവൻ കവർ ചെയ്തതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അത് ആര് മരിച്ചാലും ആഗ്രഹങ്ങളോടെ മരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പിരിറ്റ് നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും.